എടോ, ചുക്കിക്ക് ഇത്ര സൂപ്പറായിട്ട് ഡ്രോയിങ് വരയ്ക്കാൻ അറിയോ? സ്കൂളിലേക്ക് പോണ കുട്ടികളടക്കം ഇത്ര സൂപ്പറായിട്ട് ഡ്രോയിങ് വരയ്ക്കില്ല. പക്ഷെ ചുക്കിന്റെ ഡ്രോയിങ് അടിപൊളിയായിട്ടുണ്ട്. ആ, എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ടടാ. പിന്നെ ഈ ഒരു ഡ്രോയിങ് മാത്രമേ ഉള്ളൂ? ഇനിയും വേറെ എന്തെങ്കിലും വരഞ്ഞിട്ടുണ്ടോ? ആ ശരി, പോട്ടെടോ. ഇപ്പൊ എന്താ, അങ്കിൾ ചുക്കിക്ക് കളർ പെൻസിൽ, സ്കെച്ച് എല്ലാം വാങ്ങിച്ചു തരാം. ചുക്കി ഇതുപോലെ കുറെ ഡ്രോയിങ്സ് വരയ്ക്കിട്ടോ. ആ, ഉണ്ണിയും ബൊമ്മ വരയ്ക്കോ? അതിന് നമ്മുടെ വീട്ടിലെ ഉണ്ണിക്ക് ഇതുപോലെ കുറെ കളർ പെൻസിൽ, സ്കെച്ച് എല്ലാം ഉണ്ടല്ലോ. ഓ, കൊടുക്കാലോ. അതുമാത്രമല്ല, ചുക്കി ചേച്ചിക്ക് നമുക്ക് കുറെ പുതിയ കളർ പെൻസിലും വാങ്ങിച്ചു കൊടുക്കാം. അയ്യോ ഉണ്ണി, അതൊന്നും വേണ്ട. അവള് വെറുതെ ചോദിച്ചോണ്ടിരിക്കുകയാണ്. അയ്യോ, അതൊന്നും കുഴപ്പമില്ല ചേച്ചി. ചുക്കി ഇത്ര സൂപ്പറായിട്ട് ഡ്രോയിങ് ഒക്കെ വരയ്ക്കുന്നുണ്ട്. എന്നാ പിന്നെ അവൾക്ക് അതിനുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ? എന്നാലല്ലേ ഇനിയും കുറെ ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കുള്ളൂ. ശരി ചുക്കി, പിന്നെ അങ്കിളുടെ വീട്ടിൽ ഇതുപോലെ കുറെ കളർ പെൻസില്, നോട്ട് ബുക്ക്, ഡ്രോയിങ് വരയ്ക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ചുക്കി അങ്കിളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ? ഓ, പെയിന്റിങ് ചെയ്യാനുള്ളത്, പിന്നെ കുറെ കളിപ്പാട്ടം. ശരി ചുക്കി, പോവാം. പക്ഷെ ഇപ്പോഴല്ല, നമുക്ക് ഇനിയൊരു ദിവസം നമ്മ കുഞ്ഞുവാവനെ കാണാൻ അങ്കിളുടെ വീട്ടിലേക്ക് പോകാം. ഇപ്പോഴോ? ഇപ്പോഴെങ്ങനെ പോകാൻ പറ്റും? അമ്മയ്ക്ക് പണി ഉള്ളതല്ലേ. നമുക്കിനി പച്ചക്കറികളൊക്കെ കൊണ്ടുപോയി വിൽക്കണ്ടേ? അതുകൊണ്ട് ഇപ്പോഴൊന്നും പറ്റില്ല. നമുക്ക് ഇനി എപ്പോഴെങ്കിലും ഒരു ദിവസം പോകാം. അയ്യോ ഇല്ല ചുക്കി, അമ്മ പറ്റിക്കില്ല. എന്തായാലും അങ്കിളും ആന്റിയും നമ്മുടെ വീട്ടിലേക്ക് വന്നതല്ലേ, അപ്പൊ നമ്മൾ ഒരു ദിവസം അവരുടെ വീട്ടിൽ പോണ്ടേ. അതുകൊണ്ട് അമ്മ എന്തായാലും കൊണ്ടുപോകും. പക്ഷെ ഇന്നേക്ക് പറ്റില്ല. അയ്യോ ശരി, പോട്ടെ ചുക്കി, കരയല്ലേ. അത് അവളിങ്ങനെയാ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ പിന്നെ അത് തന്നെ വേണമെന്ന് വാശി പിടിച്ചോണ്ടിരിക്കും. എന്തായാലും കുഞ്ഞുവാവ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുഞ്ഞുവാവനെ കാണാതെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ദിവസം ഉറപ്പായിട്ടും വരാം. എന്തെങ്കിലും ഒരു ദിവസം വരാൻ. ഞങ്ങളുടെ വീട് അങ്ങനെ ഒരുപാട് ദൂരെയൊന്നും അല്ല, ഇവിടെ അടുത്തന്നെയാ ഉള്ളത്. അത് എന്താ വെച്ചാ, കാലത്ത് നേരത്തെ കുറച്ച് പച്ചക്കറിയൊക്കെ വെക്കാൻ പോയാലാണ് ആരെങ്കിലൊക്കെ വാങ്ങിക്കോളൂ. അല്ലാതെ ഉച്ച കഴിഞ്ഞു വെച്ചാ പിന്നെ എല്ലാവരും കറിയും ചോറൊക്കെ ആക്കി കഴിഞ്ഞ ശേഷം ആരും ഈ പച്ചക്കറി ഒന്നും വാങ്ങിക്കില്ല. അതുകൊണ്ടാ. എനിക്കിപ്പോ കുറച്ച് കഴിഞ്ഞാൽ പച്ചക്കറി വിൽക്കാൻ പോണം. പിന്നെ വൈകിട്ട് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ ഞാൻ ചുക്കിനെയും കൊണ്ട് അങ്ങോട്ട് വീട്ടിലേക്ക് വരാം. അത് പിന്നെ ചേച്ചി, ചുക്കിനെയും നിങ്ങളെയും ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് ഒരു ദിവസം വിരുന്നിന് വിളിക്കുകയല്ല. എനിക്ക് ചുക്കിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ചുക്കിനെ അവിടെ വീട്ടിൽ തന്നെ വെച്ച് അവളെ സ്കൂളിലേക്കൊക്കെ അയച്ച് പഠിപ്പിക്കണം എന്നാ ഞാൻ വിചാരിക്കണേ. എന്താ ഇഷുമ? അതെ, ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഷമീർ പറഞ്ഞു. അയ്യോ അതൊന്നും വേണ്ട. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. ഇനി വല്ലപ്പോഴും ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നാൽ മതി. പിന്നെ വേറെ ഒന്നും അങ്ങനെ വേണ്ട. അയ്യോ ചേച്ചി, നിങ്ങൾ മടിക്കൊന്നും വേണ്ട. ഞങ്ങളുടെ വീട്ടിൽ വേറെ ആരുമില്ല. ഞങ്ങൾ ലവ് മാരേജാ. അതുകൊണ്ട് വീട്ടിൽ കുറച്ച് പ്രശ്നമാ. ഞങ്ങൾ രണ്ടുപേരും തനിച്ചായിരിക്കണേ. അതെ ചേച്ചി, ഐഷു ഇപ്പം മാസമായിട്ടുള്ളത് കൊണ്ട് അവളെ നോക്കാൻ പോലും ആരുമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാ ഐഷുവും റിയ കുട്ടിയും ഒറ്റയ്ക്കാ. അല്ലെങ്കിലും ഞാൻ ഐഷുവിനെ വീട്ടിൽ തന്നെ ഇരുന്ന് നോക്കാൻ വേണ്ടി ഒരാളെ നോക്കുമായിരുന്നു.
പിന്നെ ചേച്ചിയും ചുക്കി ഇവിടെ ഒറ്റയ്ക്കല്ലേ? നിങ്ങളവിടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാ ഐശുവിനെ കൂടെ ഇരുന്ന് നോക്കാൻ ഒരു സ്വന്തം ചേച്ചിയെ കിട്ടിയ പോലെയും ആയി. പിന്നെ റിയ കുട്ടിക്കും ചുക്കിനെ പോലെ ഒരു ചേച്ചി കിട്ടിയ പോലെയും ആയി. അയ്യോ മോനെ, നിങ്ങൾ പറയണതൊക്കെ ശരിയാ. പക്ഷേ എന്നാലും അങ്ങനെ വന്നിരിക്കണത് ശരിയാവൂ എന്നുള്ളത് എനിക്ക് അറിഞ്ഞില്ല. പിന്നെ ചേച്ചി, ഞാൻ നിങ്ങളെ നിർബന്ധിക്കണമൊന്നുമില്ല. എന്തായാലും ഈ വർഷം ചുക്കിനെ ഞാൻ സ്കൂളിൽ ചേർത്ത് അവളെ ഞാൻ പഠിപ്പിക്കും. പിന്നെ ചേച്ചിയും ചുക്കിയും ഞങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ട കാര്യം ചേച്ചി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അല്ല, അത് ഞാനേ വീട്ടിന്റെ അടുത്ത് കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ പച്ചക്കറികളാണ് ഞാൻ കൊണ്ടുപോയി വിൽക്കുന്നത്. എനിക്ക് അതൊന്നും വിട്ടിട്ട് അങ്ങനെ അത്രയും പെട്ടെന്ന് വരാനൊന്നും പറ്റില്ല. അയ്യോ, അത് കുഴപ്പമില്ല ചേച്ചി. ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ ചേച്ചി പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാം. ഇനിയിപ്പോ പച്ചക്കറി കൊണ്ടുപോയി വിൽക്കണമെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ ചേച്ചി അതും ചെയ്യാം. ഞാൻ ചിലപ്പോൾ രാത്രിയിൽ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും. ആ സമയത്ത് രാത്രിയാണെങ്കിൽ ഐശുവിന്റെ കൂടെ എനിക്ക് ഒരാൾ ആവശ്യമാണ്. അതിന് ചേച്ചി ഞങ്ങളുടെ വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. ശരി, അത് ഞാനേ കുറച്ച് ആലോചിച്ചിട്ട് പറയാം. ശരി, ഞങ്ങളുടെ വീട്ടിൽ തന്നെ വന്ന് ഇരിക്കേണ്ട കാര്യം ചേച്ചി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. പക്ഷേ എന്നാലും ഇന്ന് വൈകിട്ട് ചേച്ചി ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. ശരി, വരാം. കാണിച്ചു തരാലോ. ശരി, എന്നാ ഒരുപാട് സമയമായി, ഞങ്ങൾ ഇറങ്ങട്ടെ. അതേ ചുക്കി, ഇത് അങ്കിളുടെ കാറാ. എടോ, തൊട്ടു നോക്കാൻ എന്താ ഉള്ളത്? ഇങ്ങോട്ട് വാ, കാറിന്റെ അകത്ത് കേറിയിരിക്കി. എന്താ കേറ്റുവെന്ന് ചോദിക്കണേ? ചുക്കിക്കില്ലാത്ത കാറാണോ? നീ വാ, കാറിൽ കേറ്, നമുക്ക് ഒരു റൗണ്ട് പോയിട്ട് വരാം. അയ്യോ ചുക്കി, കാറിലൊക്കെ ഇപ്പൊ റൗണ്ട് പോകാൻ നിന്നാലേ ഒരുപാട് സമയമാകും. അമ്മയ്ക്കിപ്പോ പച്ചക്കറി വെക്കാൻ പോണ്ടേ? അയ്യോ ചേച്ചി, അങ്ങനെ ഒരുപാട് സമയമൊന്നും ആവില്ല. ഞാൻ വെറുതെ ഇവിടെ ഒരു റൗണ്ട് മാത്രം അടിച്ചിട്ട് ചുക്കിനെ കൊണ്ടാക്കിക്കോളാം. അത് ശരി, എന്നാ ഒരേ ഒരു റൗണ്ട് വേഗം വരണം കേട്ടോ. എന്താ വെച്ചാ അമ്മയ്ക്ക് വേഗം പച്ചക്കറിയൊക്കെ വെക്കാൻ പോണം. ശരി എന്നാ, ശരി, ഒരേ ഒരു റൗണ്ട് മാത്രം അവളെ വെച്ച് കൊണ്ടുപോയിട്ട് വേഗം കൊണ്ടുവരണേ. ചേച്ചി ഒന്നും പേടിക്കണ്ട, ഒരുപാട് സമയമൊന്നും ആകില്ല. ഇതോ ഇവിടെ തന്നെ ഒരേ ഒരു റൗണ്ട് മാത്രം അടിക്കാം. ശരി. ഐഷു, നീ ഇവിടെ തന്നെ നിൽക്കിട്ടോ. ഞാൻ ചുക്കിനെയും റിയാനെയും വെച്ചിട്ട് ഒരേ ഒരു റൗണ്ട് മാത്രം അടിച്ചിട്ട് വരാം. പിന്നെ നമുക്ക് ചുക്കിനെ ഇവിടെ ആക്കിയിട്ട് വീട്ടിൽ പോവാം. ശരി, എന്നാ നിങ്ങൾ ഒരു റൗണ്ട് അടിച്ചിട്ട് വരും, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. ശരി എന്നാ ചുക്കി, കാറി കയറിക്കോ, നമുക്ക് ഒരു റൗണ്ട് അടിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് ഇടണം. വീഡിയോ എങ്ങനെയുണ്ടെന്ന് മറക്കാതെ കമന്റ്സിൽ പറയണം. വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. റിയ കുട്ടി നിങ്ങളെ കാണാൻ നാളെ